വിശദമായി കടക്കുകയാണ്. പതുപോലെ അന്തർദേശീയ വാർത്തകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള വഴി തെളിഞ്ഞു എന്നുള്ളതാണ്. ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള സ്പേസ് എക്സ് ക്രൂ 10 ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇന്ന് പുലർച്ചെ 4:33 വിക്ഷേപണം. 4 ബഹിരാകാശ യാത്രികരും പേടകത്തിലുണ്ട്. Vehicle stitching down range. Space Station. One for continuing to get good call-outs on the first stage performance so far. We'll have MECO or main engine cutoff, where the 9 engines on the first stage will cut off ahead of the first and second stages. Main engine cutoff. SpaceX Dragon 2 Alpha. Stage separation confirmed. Copy 2 Alpha. Great call-outs and incredible views there on your left-hand screen. On your left-hand screen, you can see a view from stage 1. There's that landing burn. Let's watch as Falcon 9 touches down on landing zone 1. Stage 2 SES complete. Now we're preparing for stabilizing the second stage so that we can have a smooth separation. And there you can see on the left-hand side of your screen, the crowd is going wild. It was an honor flying with you this evening. We wish you well on your journey and give Crew 9 our best. 3 p.m. Pacific. There you're getting an over-the-shoulder view between the commander and pilot, so Anne McLean. വി ആർ കാർത്തിക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, കഴിഞ്ഞ 9 മാസമായുള്ള കാത്തിരിപ്പാണ് സുനിതയെ വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം. അതിനായുള്ള പേടകം സ്പേസ് എക്സിന്റെ ദൗത്യം പുറപ്പെട്ടു കഴിഞ്ഞു. എത്ര ദിവസം കൊണ്ട് ഇവരെ ഭൂമിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്? ആര്യ, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മടങ്ങിവരവിന് കളമൊരുങ്ങുകയാണ്. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ബുഷ് വിൽമോറിനെയും സുനിത വില്യംസിനെയും അവരുടെ മടക്കയാത്ര ഉടൻ ആരംഭിക്കും. ബുധനാഴ്ചയോടെ അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ നാസയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും സ്പേസ് എക്സ് ക്രൂ 10 ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപിച്ചത്. നാസയുടെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു വിക്ഷേപണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും വിജയം ആണ് എന്ന് ഇതിനോടകം തന്നെ നാസ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. സാധാരണ ഒരു ക്രൂ റൊട്ടേഷൻ എന്നതിനപ്പുറത്തേക്ക് ഈ ഡ്രാഗൺ ക്രൂ 10ൻ്റെ പ്രത്യേകത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസമായി തുടരുന്ന ഈ 2 ബഹിരാകാശ ശാസ്ത്രജ്ഞരെ തിരികെ എത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഡ്രാഗൺ ക്രൂ 10 ഏറ്റവും ശ്രദ്ധേയമായി തുടരുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ 9 മാസക്കാലം ബഹിരാകാശ നിലയത്ത് തുടർന്ന അവരുടെ ആരോഗ്യം സംബന്ധിച്ച്, അവരുടെ തിരിച്ചു വരവ് സംബന്ധിച്ച്. ആ ആകാംക്ഷകൾക്കൊക്കെയാണ് വിരാമമാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ജൂണിലാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. സ്റ്റാർ ലൈനറിലായിരുന്നു ഇവരുടെ യാത്ര. എന്നാൽ അവിടെ എത്തി 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട ഇവർക്ക് അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടായി. സ്റ്റാർ ലൈനറിൽ ഹീലിയം വാതക ചോർച്ച, അതോടൊപ്പം തന്നെ ത്രസ്റ്ററുകളുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് മടങ്ങിവരവ് വൈകിയതും. ഈ കാലയളവിലൊക്കെ തന്നെ ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇവരുടെ ഭക്ഷണം സംബന്ധിച്ച്, ഇവരുടെ ആരോഗ്യം സംബന്ധിച്ചൊക്കെ വലിയ തോതിൽ ഉള്ള ആകാംക്ഷ ലോകമാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ആകാംക്ഷകൾക്കൊക്കെ കൂടിയാണ് ഉത്തരമാകാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഫാൽക്കൺ 9 റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 4 ബഹിരാകാശ സഞ്ചാരികൾ കൂടി ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം നാസയുടെ 2 ശാസ്ത്രജ്ഞർക്കൊപ്പം ജപ്പാന്റെയും അതോടൊപ്പം തന്നെ റഷ്യയുടെയും ഓരോ ബഹിരാകാശ ഗവേഷകർ ഉണ്ട് എന്നതാണ്. ആനി മക്ലിൻ, അതോടൊപ്പം തന്നെ നിക്കോളാസ് അയേഴ്സ്, ടക്കുയ ഒനിഷി,
കിറിൽ പെസ്കോ ഇവരാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട ഫാൽക്കൺ 9 റോക്കറ്റിൽ ഉള്ളത്. ഏതായാലും യാത്രയ്ക്കൊടുവിൽ ബഹിരാകാശത്തെത്തുന്ന ഇവർക്കായിരിക്കും സുനിത വില്യംസ് ചുമതലകൾ കൈമാറുക. നേരത്തെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡർ ചുമതല സുനിത വില്യംസ് കൈമാറിയിരുന്നു. ഈ എത്തുന്ന ടീമിനും ഒരു ഹാൻഡ് ഓവർ പ്രക്രിയയുണ്ട്. ആ ഹാൻഡ് ഓവർ പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും മടക്കയാത്ര ആരംഭിക്കുക. വലിയ തോതിൽ ഉള്ള ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് ഇരുവരും മടങ്ങിയെത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന വ്യക്തിയായി സുനിത വില്യംസ് മാറിയിരിക്കുന്നു. ജനുവരി 30-ന് 5 മണിക്കൂറിലധികം സ്പേസ് വാക്ക് നടത്തിയതോടുകൂടി 62 മണിക്കൂറും 9 മിനിറ്റും ഇത്തരത്തിൽ ബഹിരാകാശത്ത് നടക്കുന്ന അപൂർവ നേട്ടം സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പല ഘട്ടങ്ങളിലും പല തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഇവരുടെ യാത്ര സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായി എന്നതാണ് ഏറെ ശ്രദ്ധേയം. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് വളരെ പക്വമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോകം ഇവരുടെ തിരിച്ചുവരവ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യം സംബന്ധിച്ചും പല ആശങ്കകൾ പങ്കുവെക്കുമ്പോഴും അവർ ബഹിരാകാശ നിലയത്തിൽ അവരുടെ ഗവേഷണ പ്രക്രിയകളുമായി തുടർന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് 900 മണിക്കൂറിലധികം നീണ്ട ഗവേഷണങ്ങൾ, സസ്യങ്ങൾ അവിടെ വളർത്തുന്നത് സംബന്ധിച്ച പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചീരയുടെ വിത്തിനത്തിൽപ്പെട്ട ലിറ്റ്മൂസ് അവിടെ വളർത്തി സുനിത വില്യംസ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റിയാണ്. അവിടെ ഈർപ്പം എത്രത്തോളം ഈ സസ്യങ്ങളുടെ വളർച്ചയിൽ നിർണായകമാണ് എന്ന പഠനം, അതോടൊപ്പം തന്നെ ഈ ആഹാര സസ്യങ്ങളിലെ പോഷകം എത്ര നാൾ നിലനിൽക്കും ബഹിരാകാശത്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെ ഗവേഷണങ്ങൾ എല്ലാം തന്നെ നടത്തി. അതിലെല്ലാം നിർണായക വിവരങ്ങളുമായാണ് ഇവരുടെ മടക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും ഇനിയൊരു 6 മാസക്കാലം കൂടി എടുക്കും ഭൂമിയുടെ കാലാവസ്ഥയുമായി ഇവർക്ക് പൊരുത്തപ്പെടാൻ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഈ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങളിലാകും വരും നാളുകളിൽ ശാസ്ത്രലോകത്തിൻ്റെ ആകാംക്ഷ. അതിനുള്ള ചോദ്യങ്ങൾക്ക് കൂടിയാണ് ഉത്തരമാകുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അമേരിക്കൻ്റെ പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രിയെന്നും അല്ല ബുധനാഴ്ചയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സുനിത വില്യംസിൻ്റെയും ബുഷ്മോറിൻ്റെയും മടങ്ങിവരവ് സംബന്ധിച്ച വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അവർ മടങ്ങിയെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം എന്ന് ആശ്വസിക്കുകയാണ് ലോകം. തീർച്ചയായും VR കാർത്തിക്കാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറെ പ്രതീക്ഷയോടെ ഈ ദൗത്യത്തെ നോക്കിക്കാണുകയാണ് ലോകം. ഏറെ നാളത്തെ പ്രതിസന്ധിക്കാണ് വിരാമമാകുന്നത്. എന്തായാലും ഉടൻ തന്നെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരികെ എത്തുന്നു. പക്ഷേ അപ്പോഴും നിരവധി ആശങ്കകളുണ്ട്. അവർ ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ, സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് തിരികെ എത്തുമ്പോൾ മാനസികമായും ശാരീരികമായും അവർ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, അത് ശാസ്ത്രലോകം അതൊരു പഠന വിധേയമാക്കുക തന്നെ ചെയ്യും. എന്തായാലും ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ കൈപ്പിടിയിൽ ആക്കിക്കൊണ്ടാണ് സുനിതയുടെ മടക്കം എന്നുള്ളത് സന്തോഷകരം തന്നെ. മറ്റൊരു അന്തർദേശീയ വാർത്തയിലേക്ക് കടന്നാൽ, ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് സുഡാൻ വ്യക്തമാക്കി. നിർദ്ദേശം നിരാകരിക്കുമെന്ന് സൊമാലിയൻ വിദേശകാര്യമന്ത്രി അഹമ്മദ് മൊആലി ഫിഖിയും പറഞ്ഞു. ആയിഷത്തുൽ ഷംന ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആയിഷ, കൂടുതൽ പ്രതിസന്ധികൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാവുകയാണ്. ഈ വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, നേരത്തെ തന്നെ ഈ ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കും. ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും എന്നതായിരുന്നു. പിന്നീട് അത് അങ്ങനെയല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, സുഡാനിലേക്കും സൊമാലിയയിലേക്കും ഒക്കെ ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കും. അതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കുമെന്നതായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് ഗാസ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആക്കും, അത്തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫലസ്തീനികളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുഡാനും സൊമാലിയയുമായൊക്കെ അത്തരമൊരു ചർച്ചകൾ നടന്നിട്ടില്ല. പദ്ധതികളെക്കുറിച്ച് ഇസ്രായേലും യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും അധികൃതർ സുഡാനിലെയും അതുപോലെ സൊമാലിയയിലെയും ഒക്കെ അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചു, പദ്ധതി മുന്നോട്ട് വെച്ചു എന്നതായിരുന്നു അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്ത വാർത്ത. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് ഇപ്പോൾ സൊമാലിയ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കില്ല, ഒരു കാരണവശാലും അത്തരമൊരു പദ്ധതിയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുകൂടി ഇപ്പോൾ സൊമാലിയ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ തള്ളിയതായി നേരത്തെ സുഡാൻ വ്യക്തമാക്കി. സുഡാൻ ഈ നിർദ്ദേശങ്ങൾ തള്ളി എന്ന തരത്തിലും AP വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ പദ്ധതി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് സൊമാലിയ പുറത്തു വിടുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ
ഗാസയുടെ പുനരധിവാസം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടത്തിൽ അത് ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതെന്തായാലും സാധ്യമാകാതെ നീണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം മണ്ണ് വിട്ട് ഒരു കാരണവശാലും എങ്ങോട്ടും മാറിപ്പോകില്ല എന്നിപ്പോൾ ഫലസ്തീൻ സംഘടനകൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇനി ഗാസയുടെ പുനർനിർമ്മാണം എങ്ങനെ എന്നത് വലിയ ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ ഫലസ്തീനുകാരുടെ ഇപ്പോഴത്തെ ഒരു ആശങ്ക, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു വേളയിൽ കൂടി ഗാസയ്ക്കുമേൽ അല്ലെങ്കിൽ ഫലസ്തീനുകൾക്കുമേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസയിലേക്കുള്ള ഭക്ഷണ ട്രക്കുകൾ ഉൾപ്പെടെ ഇസ്രായേൽ റഫേലും മറ്റും അതിർത്തികളിലായി തടഞ്ഞിട്ടിരിക്കുകയാണ്. ഗാസയിലേക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും കയറ്റിവിടാൻ സമ്മതിക്കുന്നില്ല, ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത്. യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സംഘടിപ്പിക്കുന്ന ലോക നേതാക്കളുടെ വെർച്വൽ യോഗം ഇന്ന് ചേരുകയാണ്. യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി ബ്രിട്ടൻ സഖ്യം രൂപീകരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു UK. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, UK നേതൃത്വത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കണം? അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കെയർ സ്റ്റാർമർ പറഞ്ഞൊരു കാര്യമുണ്ട്, പന്ത് ഇപ്പോഴും റഷ്യയുടെ കോർട്ടിൽ തന്നെയാണ്. റഷ്യ ഈ യോഗത്തോടും ഈ യോഗ തീരുമാനങ്ങളോടും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആര്യ, വളരെ നിർണായകമായ ഒരു യോഗമാണ് ഇന്ന് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന മീറ്റിംഗിൽ 25 ലോകരാജ്യങ്ങളുടെ നേതാക്കളാണ് പങ്കെടുക്കാൻ പോകുന്നത്. ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുക്രൈനിൽ ഒരു സമാധാനം കൊണ്ടുവരിക. ഈ സമാധാനം കൊണ്ടുവരുന്നതിന് റഷ്യയുടെ മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുക, റഷ്യയ്ക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, റഷ്യയ്ക്ക് മറ്റ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയുടെ മേൽ ഇപ്പോൾ നടക്കുന്ന അധിനിവേശം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം. ഇതിൽ നേരത്തെ അമേരിക്കയായിരുന്നു, അതായത് ബൈഡന്റെ കാലത്ത് അമേരിക്കയായിരുന്നു യുക്രൈന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ട്രംപ് വന്നതോടുകൂടി അമേരിക്കയിലെ നിലപാട് മാറി. നേരത്തെ നമ്മൾ കണ്ടതാണ് സെലൻസ്കിയും ട്രംപും തമ്മിലുണ്ടാകുന്ന വാഗ്വാദങ്ങളും അതിനുശേഷം സെലൻസ്കി മാപ്പ് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറി സമാധാന കരാറിൽ ഒപ്പുവെക്കാമെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ സംഭവങ്ങൾക്ക് ശേഷമാണ് യുക്രൈൻ അനുകൂല നിലപാടുമായി ബ്രിട്ടൻ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നതും മറ്റ് യുക്രൈൻ അനുകൂല രാജ്യങ്ങളുടെ ഒരു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. ആ മുന്നണിയുടെ ഒരു വിർച്വൽ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇങ്ങനെ ഈ ഇന്നത്തെ മീറ്റിംഗിൽ പ്രധാനമായും ചർച്ചയാകുന്ന മറ്റൊരു വിഷയം യുക്രൈന് ഏതൊക്കെ രീതിയിൽ സഹായം നൽകാമെന്നുള്ളതാണ്. ഈ മുന്നണിയുടെ പേരിൽ അവർക്ക് സാമ്പത്തികമായ സഹായം, അതുപോലെ മിലിറ്ററി സഹായം തുടങ്ങി യുക്രൈന് വളരെ എന്താ പറയുക, അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളെല്ലാം നടത്തുകയും അതുപോലെ തന്നെ റഷ്യയ്ക്ക് ഒരു വിരുദ്ധമായ രീതിയിൽ റഷ്യ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഇപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് നടക്കുന്നത്. കാനഡ, ന്യൂസിലൻഡ്, അതേപോലെ ഓസ്ട്രേലിയ, നാറ്റോ രാജ്യങ്ങൾ തുടങ്ങി 25 രാജ്യങ്ങളുടെ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനത്തിന് വഴി തെളിയുമോ എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ബ്രിട്ടൻ അത്തരത്തിൽ മുൻകൈയെടുത്ത് രംഗത്തേക്ക് വരുമ്പോൾ അതിനെ റഷ്യ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളതും ഏറെ നിർണായകമാണ്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അരുത് ലഹരി വ്യാപനം. കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി വേട്ട പ്രിൻസിപ്പലിന്റെ കത്തിനെ തുടർന്ന് ഹോളി ആഘോഷം ലക്ഷ്യമിട്ട് ലഹരി മരുന്ന് എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു. വിദ്യാർത്ഥികൾ ലഹരി മരുന്ന് വാങ്ങാൻ വ്യാപക പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ കത്തിൽ പറയുന്നു. ഇന്ന് രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിൻ എന്നിവരെയാണ് പിടികൂടിയത്. അന്വേഷണം പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് നീങ്ങുകയാണ്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇപ്പോൾ ഓരോ നിമിഷവും ഓരോ പുതിയ അപ്ഡേറ്റുകൾ കളമശ്ശേരിയിലെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നത് പ്രിൻസിപ്പലിന്റെ കത്തിനെ തുടർന്ന് തന്നെയാണ്
അവിടെ ഹോസ്റ്റലിൽ ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന നടന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണം ഇതിന്റെ ഉറവിടം തേടിയാണ്. പൂർവ്വ വിദ്യാർത്ഥികളായ 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഏറ്റവും ഒടുവിലായി പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നവമി. ആര്യ, എന്തായാലും പ്രിൻസിപ്പലിന്റെ കത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റിലേക്ക് നയിക്കുന്ന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഈ DCPക്ക് അയച്ച കത്തിൽ പറയുന്നത് 14-ാം തീയതി ഹോളി ആഘോഷമാണ്. ആ സമയത്ത് കോളേജിലും ഹോസ്റ്റലും ലഹരികൾ എത്താനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിച്ചു. ഇതിനെ തുടർന്ന് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DCPക്ക് പ്രിൻസിപ്പൽ ഒരു കത്തയച്ചത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോളേജും പരിസരവും ഹോസ്റ്റലും ഒക്കെ ഒരു നിരീക്ഷണ വലയത്തിൽ ആക്കിയിരുന്നത്. ഇതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റലിലേക്ക് എത്തുകയും ആ ഒരു റെയ്ഡ് നടക്കുകയും ചെയ്തത്. അതായത് ഇന്നലെ ആയിരുന്നു ഹോളി ആഘോഷം, 14-ാം തീയതി ഹോളി ആഘോഷം. 12-ാം തീയതി പ്രിൻസിപ്പൽ ഇങ്ങനെ ഒരു കത്ത് നൽകുന്നു. 13-ാം തീയതി ഇങ്ങനെ ഒരു 13-ാം തീയതി ഈ പോലീസിന്റേതായിട്ടുള്ള പരിശോധന. എന്തായാലും പ്രിൻസിപ്പലിന്റെ ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് കോളേജിൽ എത്തിയ അത്രയും ലഹരി ഒഴുക്ക് അത് വലിയ രീതിയിൽ പോലീസിന് തടയാൻ കഴിഞ്ഞത് പ്രിൻസിപ്പലിന്റെ ഈ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മറ്റൊന്നിപ്പോൾ 2 പേരെയാണ്, 2 പൂർവ്വ വിദ്യാർത്ഥികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒന്ന് ആഷിഖ്, മറ്റൊന്ന് ഷാരിഖ്. ഇവര് 2 പേരുമാണ്. ഈ ആഷിഖാണ് അന്ന് കോളേജിൽ ലഹരി എത്തിച്ചത്, ഈ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചു. കസ്റ്റഡിയിലുള്ള ആഷിഖും മുൻപ് ചോദ്യം ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് ഷാരിഖിന്റെ പേര് കിട്ടുന്നത്. ആലുവ സ്വദേശിയാണ് ആഷിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇതിന്റെ ഉള്ളിലാണ് ആഷിഖ് ഉള്ളത്. ആഷിഖിനോടൊപ്പം തന്നെ ഷാരിഖും പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. പക്ഷേ ഷാരിഖിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഷാരിഖും ലഹരി കോളേജിൽ എത്തിക്കുന്ന ആളാണ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിലായിട്ടുള്ള ആകാശിനെ ഉടനെ തന്നെ റിമാൻഡിലാണ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം KSU പ്രവർത്തകരായിട്ടുള്ള ആകാശിന്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള 2 പേരെയും ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ പോലീസിൽ നിന്നും വ്യക്തമായത് ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും അറിയില്ല എന്നാണ്. പക്ഷേ റൂംമേറ്റ് ആയിട്ടുള്ള ആകാശ് അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഈ കുട്ടികൾക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനെ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആര്യ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നവമി, എന്തായാലും കഴിഞ്ഞ ദിവസം പിടിയിലായ കുട്ടികളിൽ നിന്നാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇതിലെ പങ്കിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. ഈ ആഷിഖിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ നിർണായകമായ വിവരം ഈ കഞ്ചാവ് ആഷിഖിന് എവിടെ നിന്ന് കിട്ടുന്നു, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന റാക്കറ്റ് ആരാണ്, വിൽപ്പനക്കാരാരാണ് തുടങ്ങിയ നിർണായക വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് ഉടനടി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ആര്യ. എന്തായാലും പോലീസ് ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആഷിഖിനെയും ഷാരിഖിനെയും ഇവരെ 2 പേരും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നതെന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഇവർ പണം വാങ്ങിയിട്ടാണ് ഈ കോളേജിൽ നിന്നും കുട്ടികളിൽ നിന്നും പണം വാങ്ങിയാണ് ലഹരി വിൽക്കുന്നത് എന്നുകൂടി പോലീസിന് വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിക്കും. ഒപ്പം ഇവർക്ക് എത്ര രൂപയാണ് ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടി നൽകിയത്, കോളേജിൽ ഒരു പണപ്പിരിവ് തന്നെ നടന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് പണം നൽകിയത്, ഇതെവിടെ നിന്നാണ് ആഷിഖും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആഷിഖും ഷാരിഖും ഒക്കെ കഞ്ചാവ് വാങ്ങുന്നത്, മറ്റു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, എത്ര നാളായി ഇവർ ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ളൊരു കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഇനിയും അറിയേണ്ടതുണ്ട്. അതിന്റെ ഒരു വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നവമി, ഈ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം, വിൽപ്പന ഒക്കെ വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മാത്രം കാര്യമാകില്ല. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് കോളേജുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ വിൽപ്പന ഒക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ടുള്ള അന്വേഷണം എല്ലാ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കാൻ കൂടിയല്ലേ പോലീസിന്റെ നീക്കം?
ആര്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കൊച്ചി നഗരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളിലെല്ലാം പ്രതികൾ ലഹരിക്ക് അടിമയാണെന്നും ലഹരി വിപണനം നടക്കുന്നുണ്ട്, അത് കുട്ടികളിലാണ് കൂടുതലും ഇരകളാകുന്നത്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസും കർശനമായിട്ടുള്ള പരിശോധനയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ തന്നെ വിവിധ ഇടങ്ങളിൽ പരിശോധന കർശനമാക്കുന്നു. രാത്രികാലങ്ങളിലൊക്കെ പെട്രോളിംഗ് ശക്തമാക്കുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉള്ളവരെയൊക്കെ പിടികൂടുന്നുണ്ട്. ഇവരുടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സ്കൂളുകൾ, കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു ബോധവൽക്കരണ പരിപാടി അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് മാതാപിതാക്കളെയും ഒപ്പം തന്നെ അധ്യാപകരെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ബോധവൽക്കരണമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ ഇതിന്റെ ഒരു നമ്മുടെ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട നടപടി എന്നോണം അധ്യാപകരെയും മാതാപിതാക്കളെയും ഒക്കെ ഇതിന്റെ ഒരു ദൂഷ്യവശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നമ്മുടെ വരും തലമുറയ്ക്ക് അതെങ്ങനെയാണ് അവരെ ബാധിക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധവൽക്കരണം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് നീങ്ങുന്നത്. ഒപ്പം വിദ്യാർത്ഥികൾക്കും ഈ ബാഗുകളിലടക്കം ഇവരുടെ ലഹരി കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നൊരു പരിശോധനയിലേക്ക് മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും കൊച്ചി നഗരങ്ങളിലും ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും വലിയ രീതിയിൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിയ വഴി, അതിന്റെ ഉറവിടം തേടുകയാണ് പോലീസ്. അന്വേഷണം അത്തരത്തിൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ആലപ്പുഴയിലേക്ക് എത്തിയാൽ ആലപ്പുഴയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിൽ നിന്ന് MDMA പിടിച്ചെടുത്ത കേസിൽ പ്രതിക്കായി ഒത്തുകളിച്ച് സൗത്ത് പോലീസ്. കേസ് അന്വേഷണത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിൽ പോലും വീഴ്ച സംഭവിച്ചു. നാർക്കോട്ടിക് ഡ്രഗ് പരിശോധനയിൽ കൈക്കൊള്ളേണ്ട പരിശോധനാ മാനദണ്ഡവും പാലിച്ചില്ല. പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും കണ്ടെത്താൻ ശ്രമമുണ്ടായില്ല. ശരണ്യ സ്നേഹജൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, ഒരു വശത്ത് ഒരു വിഭാഗം പോലീസുകാരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വലിയ നടപടികൾ, പരിശോധനയൊക്കെ പുരോഗമിക്കുമ്പോൾ ആലപ്പുഴയിൽ സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ലഹരി വിൽപ്പനക്കാർക്ക് കുടചൂടുന്ന സമീപനമുണ്ടാകുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് തന്നെ CPM നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ തന്നെ CPMവുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു കരുനാഗപ്പള്ളി അടക്കമുള്ള കേസുകൾ പ്രതി ചേർക്കപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നീട് ആ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തുടരന്വേഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിനെ, മുനിസിപ്പൽ സ്റ്റേഡിയം വാർഡിലെ ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിനെ MDMAയുമായി പിടിക്കുന്നത്. ഈ കേസിലാണ് സൗത്ത് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ ഒത്തുകളിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നാർക്കോട്ടിക് കേസുകൾ പിടിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ ഈ കേസ് പുറത്തു വരുന്നത് പോലും വിഘ്നേഷ് പിടിക്കപ്പെട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് പുറത്തു പോയി അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനൊരു സംഭവം പോലും പുറത്തു വരുന്നത്. അതായത് അതീവ രഹസ്യമായി സൗത്ത് പോലീസ് ഇത് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഘ്നേഷിനെ പോലീസ് പിടിക്കുന്നത് കൃത്യമായ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു. റാൻഡമായ ഒരു ചെക്കിങ്ങിന്റെ ഭാഗമായി ഒന്നുമല്ല കിട്ടുന്നത്, മറിച്ച് ഹരിപ്പാട് നിന്നും ഒരു വ്യക്തിയെ MDMAയുമായി പിടിക്കുന്നു. ആ കേസിൽ കിട്ടിയ ആളിൽ നിന്നും ഉള്ള ഇൻഫർമേഷൻ, അതായത് വിഘ്നേഷാണ് അയാൾക്കത് വിറ്റത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. തുടർന്ന് വിയപുരം പോലീസ് തിരിച്ച് ആലപ്പുഴ സൗത്ത് പോലീസിന് ഈ വിവരം കൃത്യമായി കൈമാറുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ നടത്തിയ ഒരു തിരച്ചിലിന്റെ ഭാഗമായിരുന്നു FIR പ്രകാരം വിഘ്നേഷിനെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്നും MDMAയും ഒപ്പം തന്നെ MDMA ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി പിടികൂടിയെന്ന ആണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതായി പറയുന്നത്, വിഘ്നേഷ് ഈ MDMA വിൽപ്പന നടത്തിയതിൻ്റെതായ 500 രൂപയുടെ 5 നോട്ടുകളും വിഘ്നേഷിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പിടിക്കപ്പെടുന്ന വസ്തു ആ സമയത്ത് ഉണ്ടായിരുന്ന MDMA രാസവസ്തു, ലഹരി വസ്തു മാത്രമല്ല, മറിച്ച് അത് വിൽപ്പന നടത്തിയിരുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ആ FIR വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു തുടരന്വേഷണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം,
കൃത്യമായ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വിഘ്നേഷ് പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും വിഘ്നേഷിന്റെ ശാരീരിക പരിശോധന, അതായത് ലഹരി വസ്തുവുമായി പിടിക്കപ്പെടുന്ന ഒരാളുടെ പ്രത്യേകിച്ച് MDMA പോലുള്ള നർക്കോട്ടിക് ഡ്രഗുകളുമായി പിടിക്കപ്പെടുന്ന ആളുടെ ശാരീരിക പരിശോധന നടത്തി ഈ സംഭവം കണ്ടെത്തുമ്പോൾ അതൊരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായുള്ള ഒരു മാനദണ്ഡമാണ്. കാരണം ഈ ക്വാണ്ടിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൃത്രിമത്വം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതടക്കം ആ സാധ്യതകളെ അടക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി ഈ വസ്തു ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കണം എന്നുള്ളതുണ്ട്. അങ്ങനെ ഒരു പരിശോധന ഈ വിഘ്നേഷിന്റെ കേസിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. 2, ഈ ലഹരി വസ്തു പിടിച്ചതിന് ശേഷം പിന്നീട് നടത്തേണ്ടത് FIR പ്രകാരം പറയുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ നിന്നും രാത്രി 9:30 വിഘ്നേഷിനെ പിടിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് വിൽപ്പന നടത്തി എന്നതടക്കം ആ FIR രേഖപ്പെടുത്തിയിട്ടും വിഘ്നേഷിന്റെ വീട്ടിൽ ഒരു സെർച്ച് ഉണ്ടായില്ല, വിഘ്നേഷ് ഉപയോഗിക്കുന്ന വാഹനത്തിൽ സെർച്ച് ഉണ്ടായില്ല എന്നതടക്കം, ഓട്ടോയാണ് ഉപയോഗിക്കുന്നത്, ആ വാഹനത്തിലടക്കം സെർച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ കേസിൽ ആ പിടിച്ച MDMAയുടെ അളവ് വളരെ കുറഞ്ഞ അളവ് കാണിച്ചുകൊണ്ട് കൃത്യമായ സ്റ്റേഷൻ ജാമ്യത്തിൽ അന്ന് രാത്രി തന്നെ വിഘ്നേഷിനെ വിടുകയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുന്ന ആളാണ് എന്നറിഞ്ഞിട്ട് പോലും തുടർ പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുക, അതായത് മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയോ വിഘ്നേഷിന്റെ CDR രേഖകൾ പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ്. മറ്റൊന്ന്, വിൽപ്പന നടത്തിയതിന്റെ പണം ഉൾപ്പെടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇയാളുടെ പണമിടപാടുകളും പോലീസ് പരിശോധിക്കേണ്ടതായിരുന്നു. ബാങ്ക് രേഖകളോ അല്ലെങ്കിൽ ഫോൺ പേ അടക്കമുള്ള ഫോൺ ആപ്പ് വഴിയുള്ള പണമിടപാടുകളോ ഇത്തരം ഒരു പരിശോധനയും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടതിന് ശേഷം പിന്നീട് ഈ കേസിൽ ഒരു ഫോളോ അപ്പും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേസ് ഈ വിഘ്നേഷിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടുകയും സൗത്ത് പോലീസ് ഇയാളെ SIയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുമ്പോൾ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പോലും ഇത് അറിയിച്ചിരുന്നില്ല. അതായത് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച ഇന്റേണൽ പരാതിയും പോലീസിനകത്തുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒരു കേസ് പിടിച്ചു, CPM ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് അത് കൃത്യമായി ആ അളവിൽ, ഇപ്പോൾ ഈ അളവ് കൂടുതൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടും അത് പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു സൗത്ത് പോലീസ് ഇടപെട്ടത്. പ്രതിക്ക് വേണ്ടി ഒത്തുകളിക്കുന്ന ഇടപാട്, അതായത് അത്തരം ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. CPM പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളന കാലയളവ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ്. ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചും, അതായത് പിടിച്ച ലഹരി വസ്തുവിന്റെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചും ആക്ഷേപം ഉയരുന്നുണ്ട്. അത് അത്രയും അല്ലായിരുന്നു, കൂടുതൽ ലഹരി വസ്തു ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ആ ക്വാണ്ടിറ്റിയുടെ അളവിൽ 0.5 ഗ്രാമിന് മുകളിലേക്ക് വന്നാൽ മാത്രമേ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 0.24 എന്നുള്ള അളവാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടതിൽ പോലും ഒത്തുകളി നടന്നിരുന്നു എന്നുള്ള ആരോപണമാണ്. നമുക്കറിയാം, സർക്കാർ ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കേരള സമൂഹം ഒന്നടങ്ങിയ വലിയ വിഷയങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞ് പോലീസ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ഒപ്പം തന്നെ ഇതിന്റെ ഉറവിടങ്ങളും തേടി പരക്കം പായുന്നതിനിടയിലാണ് കൃത്യമായി ഒരു കേസ് കയ്യിൽ കിട്ടിയിട്ട് അതിനെ പൂർണ്ണമായി ഒതുക്കി തീർക്കുന്ന ഒരു ഇടപെടൽ സൗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അറിയാം, തീർച്ചയായും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ സംസ്ഥാനത്ത് വലിയ പോരാട്ടം നടക്കുമ്പോൾ ഇവിടെ ആലപ്പുഴ സൗത്ത് പോലീസ് ലഹരി വിൽപ്പനക്കാരനായ CPM നേതാവിന് കൂടെ ചൂടുകയാണ്. ആലപ്പുഴയിലെ സാഹചര്യം സംബന്ധിച്ച് ഇത് പുത്തരി അല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ലഹരിക്ക് എതിരെ വലിയ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പുനലൂരിൽ 30 കിലോ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു. മൈനാഗപ്പള്ളി സ്വദേശി ഷിബു ആണ് അറസ്റ്റ്. സംഭവശേഷം ഷിബു കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലും ബംഗളൂരുവിലും ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഒഡീഷയിൽ നിന്നും എത്തിച്ച കഞ്ചാവ് വീതം വെക്കുന്ന സമയത്താണ് പ്രതികൾ പിടിയിലായത്. എറണാകുളം ചേരാനെല്ലൂരിൽ 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായിരിക്കുന്നു. കൊല്ലം പ്ലാച്ചേരി സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. 120 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. കണ്ണൂരിലാകട്ടെ വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ യുവതി ഉൾപ്പെടെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഉളിക്കൽ
നുച്ച്യാട് ആണ് സംഭവം. നുച്ച്യാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ ഹക്കീം, കോമള എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ചെറിയ ഇടവേള. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് വീണ്ടും CPM. സമരം അനാവശ്യമാണെന്നും ചില ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചതാണെന്നും മുതിർന്ന പാർട്ടി നേതാവ് EP ജയരാജൻ പറഞ്ഞു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മാധ്യമങ്ങളോടായിരുന്നു EP-യുടെ പ്രതികരണം. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിന് ഞങ്ങൾക്ക് ഒരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ വർത്തമാനം പറയാൻ, പ്രതിരോധിക്കാൻ കുറെ വാചകങ്ങളും കുറെ ഇതും കണ്ടുപിടിച്ച് ഇത്തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുകയാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി, രാജ്യത്തിന്റെ പൊതുനില മനസ്സിലാക്കി, കേരളത്തിന്റെ നില മനസ്സിലാക്കി, വലിയ ബാധ്യതകളൊന്നും ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങളെ ആകെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ആ നില മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 34ാം ദിവസത്തിലെത്തി. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. അതേസമയം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കും എന്ന വിലയിരുത്തൽ ഇടതു മുന്നണിക്കുള്ളിൽ ഉണ്ട്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, എന്തായാലും EP-യുടെ വാക്കുകളിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതായത് 34ാം ദിവസവും ശക്തമായ തരത്തിൽ തന്നെയാണ് സമരം മുമ്പോട്ട് പോകുന്നത്. 17ാം തീയതി തിങ്കളാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒരുങ്ങുന്നത്. അതിനിടയിലാണ് മുതിർന്ന CPM നേതാവ് കൂടിയായ EP ജയരാജൻ ഇങ്ങനെയൊരു പ്രസ്താവന ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പോൾ അതിൽ ആശാ വർക്കർമാരുടെ പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത് എന്നതായിരിക്കും ഏറ്റവും പ്രസക്തം. അല്പസമയം മുമ്പ് EP ജയരാജൻ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചില കുബുദ്ധികളുടെ തലയിൽ ഉദിച്ച ആശയമാണ് ഈ സമരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം നൽകുന്ന, ഓണററി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ബുദ്ധിയുണ്ട് എന്നാണ്. എന്താണ് EP ജയരാജനുള്ള മറുപടി? അല്ല, EP ജയരാജനല്ലല്ലോ, എല്ലാവരും തുടക്കം മുതൽ ഇത് തന്നെയല്ലേ പറയുന്നത്. CPM-ന്റെ CIT-ന്റെ നേതാക്കന്മാര്
ഇവര് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്കറിയത്തില്ല. ന്യായവും അന്യായവും ഒക്കെ വ്യവച്ഛേദിക്കുന്ന എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ന്യായമാണ് ഞങ്ങൾക്കുള്ളത്. അത് വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ന്യായം. അത് ഞങ്ങൾക്ക് അന്യായമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ബുദ്ധികളോ ദുഷ്ടശക്തികളോ എന്നൊക്കെ പറയുന്ന ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും ഇത്തരത്തിലുള്ള തൊഴിലാളി സമരങ്ങളൊക്കെ ഈ കേരളത്തിൽ സംഘടിപ്പിക്കുകയും നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്കും പ്രസ്ഥാനത്തിനുമൊക്കെ എന്നാണ് ഇത്തരം തൊഴിലാളി സമരങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടുന്നത്, അല്ലെ എങ്ങനെയാണ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നത് ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും ന്യായവും അന്യായവും ഒക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യായമാണ്. കൂലി കൂടുതൽ വേണമെന്നുള്ളത് ന്യായമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇതിന് നേതൃത്വം നൽകുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോ ചിന്താഗതികളോ ഈ സമരത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്കും. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഈ സമരവേദിയിൽ. ഇവിടെ ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് അതിന് ഈ എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾക്കൊണ്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണല്ലോ. പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് മൊത്തം ഞങ്ങൾ ഈ ചാനലുകളുടെ സർവൈലൻസിലാണല്ലോ, അല്ലാതെ രഹസ്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത് ആ പറയുന്ന ആളുകൾക്കാണ് രാഷ്ട്രീയ താല്പര്യമുള്ളത്. തിങ്കളാഴ്ചത്തെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? തിങ്കളാഴ്ച അതിശക്തമായ പ്രതിഷേധമായിരിക്കും. പങ്കെടുക്കുമായിരിക്കും? അല്ല, കണക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ ജില്ലയിലും നടക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി ഈ സമരത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DPM നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിളിച്ചിരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ തിങ്കളാഴ്ചത്തെ ഈ പരിപാടിക്ക്? നമ്മൾ ഇതുവരെ ഇവിടെ വന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും തിങ്കളാഴ്ച വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ദിവസത്തെ വളയലാണോ അതോ തുടർന്നങ്ങ് വളയാനാണോ? അല്ല, അന്ന് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. ഓക്കെ. ഒരു കാര്യം കൂടി, സുരേഷ് ഗോപി പലതവണ ഇതിനിടയിൽ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി, കേന്ദ്ര ഇടപെടൽ നൽകിയ കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടോ? അതെ, ഇന്ത്യയുടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടത്. അപ്പൊ അതിന്റേതായ സമയമെടുക്കും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാലോ. പിന്നെ സുരേഷ് ഗോപി ഇവിടെ വരുമ്പോൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ഇപ്പോൾ കേന്ദ്രത്തില് നിർമ്മല കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും അല്ലേ സ്വീകരിച്ചത്? അതാണ് ചെയ്യേണ്ടുന്നത്. അതല്ലാതെ അവർ തമ്മിൽ വളരെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു കേന്ദ്ര സഹമന്ത്രി ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് അദ്ദേഹത്തോട് കാണിക്കുന്നത്? അദ്ദേഹത്തെ സ്വീകരിക്കല്ലേ വേണ്ടത്? അതല്ലേ മര്യാദ? അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനെ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാർക്ക് ഈ വേദിയിൽ വരാൻ കഴിയാത്തത്? ഇതുപോലെയുള്ള തലമുതിർന്ന നേതാക്കൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്താണ് അഭിപ്രായം പറയുന്നത്? ഇവിടെ വന്ന് ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്ത് ഇതുവരെ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? എന്താണ് നിങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡ്? എന്താണ് നിങ്ങളുടെ ജീവിത പ്രശ്നം എന്ന് ഏതെങ്കിലും ഒരു CPM നേതാവിന് ഇന്ന് വരെ ഈ വേദിയിൽ വന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചാനലുകളുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നതല്ലാതെ. അപ്പൊ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സുരേഷ് ഗോപിയുടെ പേര് എപ്പോഴും വലിച്ചിരുന്നത്, ഇവിടെ വരുന്ന മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ പേര് വലിച്ചിട്ട് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമോ? ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം പരിഹരിക്കുമോ? ഞങ്ങൾ കൃത്യമായ പരിഹാരം, ശാശ്വതമായ പരിഹാരം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിരന്തരമായ CPM നേതാക്കന്മാരുടെ അധിക്ഷേപങ്ങൾക്കിടയിൽ പക്ഷേ ആശമാരുടെ സമരത്തിന് കരുത്താർജിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും സെക്രട്ടേറിയറ്റ് വളയിലേക്ക് അവർ കടക്കുമ്പോൾ പ്രതിപക്ഷം ഇതിനെ എങ്ങനെ ആയുധമാക്കും എന്നുള്ളതും അതോടൊപ്പം CPM എങ്ങനെ പ്രതിപക്ഷം ഈ വിഷയത്തെ ആയുധമാക്കുമ്പോൾ പ്രതിരോധിക്കും എന്നുള്ളതും കണ്ടറിയണം. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പാർട്ടി നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകും. പത്മകുമാറിന്റേത് സംഘടനാപരമായ തെറ്റായ നടപടിയാണെന്നും പാർട്ടി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും നടപടി. സംസ്ഥാന സമിതിയിൽ തന്നെ ഉൾപ്പെടുത്താത്തതും മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതുമായിരുന്നു പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. 52 വർഷത്തെ തന്റെ പാർട്ടി പാരമ്പര്യവും 9 വർഷത്തെ വീണ ജോർജിന്റെ പാർട്ടി ബന്ധവും താരതമ്യം ചെയ്തായിരുന്നു നേതൃത്വത്തിനെതിരെ പത്മകുമാർ ആഞ്ഞടിച്ചത്. ആദ്യ ദിവസങ്ങളിലെ പ്രതികരണം പിന്നീട് മയപ്പെടുത്തിയ പത്മകുമാർ ചെയ്ത തെറ്റിന് ശിക്ഷയനുഭവിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ സംഘടനാപരമായി ഗുരുതരമായ വീഴ്ചയാണ് മുതിർന്ന നേതാവ് കൂടിയായ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിലയിരുത്തലിലാണ് CPIM.
അതുകൊണ്ട് തന്നെ നടപടിയുണ്ടാകുമെന്ന് തീർത്തു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത്. പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും. CPIM-ന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പത്മകുമാറിനെ അനുനയിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി പത്മകുമാറുമായി സംസാരിച്ചു. BJP-യിലേക്ക് ക്ഷണിച്ച് ജില്ലാ നേതൃത്വം വീട്ടിലെത്തിയെങ്കിലും പത്മകുമാർ പരസ്യമായി തള്ളിപ്പറഞ്ഞു. CPIM വിട്ട് എങ്ങോട്ടേക്കുമില്ലെന്ന് പറഞ്ഞ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉറപ്പാണെങ്കിലും കടുത്ത നടപടിയിലേക്ക് പോയേക്കില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് പോലീസ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനം? ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഏതായാലും PCക്ക് ആശ്വാസം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. തുടക്കം മുതൽ പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചില ദുരുദ്ദേശങ്ങൾ PCക്ക് ഉണ്ടാകാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ നിയമപരമായി കേസ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ അത് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിക്ക് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിയമോപദേശം തേടിയത്. നിയമോപദേശം തേടി അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ തക്കവണ്ണം ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ ഈ ഒരു പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലിലേക്ക് അവർ എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും PCക്കെതിരെ വീണ്ടും വീണ്ടും കേസെടുത്തുകൊണ്ടിരിക്കുകയും അത് PC ജോർജ് ജയിലിൽ കിടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ കേസ് തന്നെ കോടതി തന്നെ തിരിച്ച് ചോദിക്കുകയാണ് എന്താണ് ഈ കേസിലുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായാൽ അത് സർക്കാരിന് കൂടി വലിയ തിരിച്ചടിയാണ്. അത് PC ജോർജിനെ വലിയ രീതിയിൽ വേട്ടയാടുന്നു എന്ന തരത്തിൽ BJPയും സംഘപരിവാർ രാഷ്ട്രീയവുമെല്ലാം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത് സീറോ മലബാർ സഭ തന്നെ PC ജോർജിന് പൂർണ്ണ പിന്തുണയുമായി വാർത്താക്കുറിപ്പ് ഇറക്കി. KCBC മദ്യവിരുദ്ധ സമിതി ആദ്യം ഇറക്കിയിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സീറോ മലബാർ സഭ ഔദ്യോഗികമായി അവർ PC ജോർജ് പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയതോടെ അത് കേവലം PC ജോർജിനെതിരെ മാത്രം പറയുന്ന ഒരു കേസായി മാറില്ല എന്നും പോലീസിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ബോധ്യമുണ്ടാകുകയായിരുന്നു. എന്തായാലും ഇനിയുള്ളത് യൂത്ത് ലീഗാണ് ഹൈക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇതുവരെ സമീപിച്ചതായുള്ള വിവരമില്ല. UDFലും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. കാരണം PC ജോർജ് എന്തെങ്കിലും പറയുന്നതിന് പിന്നാലെ ഇങ്ങനെ നടന്ന് PC ജോർജിനെ തന്നെ ആളാക്കണോ എന്ന ചോദ്യമാണ് UDFലെ പല നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേട്ടം ഇതിൻ്റെ എല്ലാം അവസാനം PC ജോർജിന് തന്നെ ലഭിക്കുന്നു എന്ന വിലയിരുത്തൽ UDFലുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗും ഇനി ഒരു കേസിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, PC ജോർജിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ ഒരു തീരുമാനം. ആര്യ. ശരി, ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്.
തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയെന്ന വിവരം. പട്ടികയെ ചൊല്ലി വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2025 ജൂണിൽ ഷേഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ ഒഴിവിലേക്ക് തയ്യാറാക്കിയ പട്ടികയിലാണ് അജിത് കുമാറും ഇടം പിടിച്ചിരിക്കുന്നത്. നിരവധി ആരോപണങ്ങളെ തുടർന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. 30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ A ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരുമുണ്ട്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കുന്നതിന് മുന്നോടിയായി 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും വിരമിക്കാൻ കുറഞ്ഞത് 6 മാസം കാലാവധി ശേഷിക്കുന്നതുമായ കേരള കേഡറിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കി സംസ്ഥാനം കൈമാറിയ 7 പേരുടെ പട്ടികയിൽ നിന്നും 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറും. ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിച്ചാൽ സർക്കാരിന് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിക്കുന്നതിന് തടസ്സമില്ല. UPSC ചെയർമാൻ, വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പട്ടികയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറിയ പട്ടികയിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളാണ്. തൊട്ടുപിന്നിൽ റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയ്ക്കാണ് സീനിയോറിറ്റിയിൽ 3ാം സ്ഥാനം. MR അജിത് കുമാറിന് 2025 30 വർഷം പൂർത്തിയാകും. നിതിൻ അഗർവാളിനും ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനും 2026 ജൂലൈ വരെ സർവീസ് ഉണ്ട്. തൊട്ടുപിന്നിലുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് 2030 വരെ സർവീസും മനോജ് എബ്രഹാമിന് 2031 വരെയും സർവീസുമുണ്ട്. MR അജിത് കുമാർ 2028 വിരമിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കിഴിവിന്റെ പേരിൽ തർക്കം രൂക്ഷമായതോടെ കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുൻപ് ഒരു കാലത്തും കിഴിവ് നൽകാത്ത പാടങ്ങളിൽ കിഴിവ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. കൊയ്ത് 2 ആഴ്ചയോളം എത്തിയ നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. കർഷകരുടെ ദുരിതത്തിന് ഇക്കൊല്ലവും ഒരു മാറ്റവുമില്ല. മില്ലുടമകൾ ഏജന്റുമാർ വഴി കർഷകരെ ചൂഷണം ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും സർക്കാർ ഉറക്കത്തിലാണ്. ഇതോടെ വേനൽ മഴയെത്തിയാൽ ഈ വർഷത്തെ അധ്വാനം മുഴുവൻ വെള്ളത്തിലാകുമെന്ന ആശങ്കയിൽ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുകയാണ് മലരിക്കലെ കർഷകർ. ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് 2 ആഴ്ചയായിട്ട് ഇത് കൊയ്ത് കിടക്കുന്ന നെല്ല ഇതുവരെയായിട്ടും ഈ സപ്ലൈക്കോ എടുത്തിട്ടില്ല. ഇത് താഴേന്ന് മഴയെ പേടിച്ച് താഴത്തെ കണ്ടത്തിൽ നിന്ന് ഞങ്ങൾ വാരി റോഡ് സൈഡിലോട്ട് ഇട്ടേക്കുവാണ്. അത് 6000 രൂപ കൊടുത്താണ് ഞങ്ങൾ ഇത് മറിച്ചിടിയിച്ചത്. ഞങ്ങൾ 6-7 മാസം കിടന്ന് കണ്ടെത്തി കിടന്ന് കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയ മുതല ഇത് വണ്ടിക്കാർക്കും പണിക്കാർക്കും വളയിടിക്കാർക്കും വിഷക്കാർക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഈ കിടപ്പൂടെ കിടന്ന് ഞങ്ങൾ എവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട വരികയില്ല. മലരിക്കലിൽ 1800 ഏക്കർ പാടശേഖരമുള്ളതിൽ 400 ഏക്കറിലെ കൊയ്ത്താണ് പൂർത്തിയായത്. 25ഓളം യന്ത്രങ്ങൾ ഇപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കൃഷി കൂടുതൽ നഷ്ടമാകുന്നതിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. ഈ പാടശേഖരം 1800 ഏക്കറാണ്. ഞങ്ങളുടെ നെല്ല് ഇവിടം വരെ ഓടി വരണമെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ വണ്ടിക്ക് പൈസ. നേരെ മറിച്ച് ഇതിന് നടുക്കൂടെ ഒരു റോഡ് ഉണ്ടെങ്കിലേ, ഇതിന് നടുക്കൊരു തോടുണ്ട്, ആ സൈഡിൽ കൂടെ ഒരു റോഡൂടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കേട്ടല്ലോ എന്ത് രൂപ എത്ര ലാഭമാണെന്ന് അറിയാം. മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കർഷകർ തയ്യാറായിട്ടില്ല. വിവിധ കർഷക സംഘടനകളും കോൺഗ്രസും BJPയുമെല്ലാം പാടി ഓഫീസ് ഉപരോധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരങ്ങൾ നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ മലരിക്കൽ സന്ദർശിച്ച് പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ശാരീരിക മാനസിക പീഡനമേറ്റ സംഭവത്തിൽ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പീഡനത്തിന് കാരണക്കാരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാനും പ്രിൻസിപ്പലിനെയും പ്രധാന അധ്യാപികയെയും സ്ഥലം മാറ്റാനുമാണ് സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറിയ ഉത്തരവിലെ ഉള്ളടക്കം. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനമുണ്ടായി എന്ന് കാണിച്ചായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാർത്ഥിയുടെ പിതാവ് പരാതി നൽകിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ആരോപണ വിധേയരായ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടത്. അനധികൃത ഫീസ് രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് മാനേജ്മെന്റ് കുട്ടിയോട് പക പോക്കാൻ തുടങ്ങിയതെന്നാണ് പരാതി. ഇത് കുട്ടിയുടെ പഠനത്തെയും ബാധിച്ചു. ജനുവരി 22-ന് UP സെക്ഷനിലെ കായികാധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൾ പറയുന്നത് പ്രിൻസിപ്പൽ അടുത്തേക്ക് കംപ്ലൈന്റ് കൊണ്ട് ചെന്നില്ല എന്നാണ്. ഇത് മോഷണം നടത്തിയ കള്ളൻ എനിക്ക് ആദ്യം പരാതി തരൂ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറയുന്ന പോലെയാണ്. പ്രിൻസിപ്പളാണ് ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതും പ്രിൻസിപ്പളാണ് ഞങ്ങളോട് TC വാങ്ങിക്കൊണ്ട് പോകാനും പറയുന്നത്. ആ പ്രിൻസിപ്പലിന് പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിക്കേണ്ടി വന്നു. പോലീസ് അന്വേഷിച്ചു. നോൺ ബെയിലബിൾ സെക്ഷൻസ് അനുസരിച്ച് കേസെടുക്കും. 4 അധ്യാപകർക്കെതിരെ കേസെടുത്തു. എന്നിട്ടും അവർ ബെയിലെടുക്കാനോ നടപടി സ്വീകരിക്കാനോ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. അവർ വളരെ സ്വതന്ത്രരായി നടക്കുന്നു. കുട്ടികളുടെ ഈ സംഭവം മുഴുവൻ കണ്ടു നിന്ന വിദ്യാർത്ഥികൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു, മാതാപിതാക്കളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, കുട്ടിക്കെതിരെ സംസാരിക്കാൻ ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ വീണ്ടും കണ്ടിന്യൂ. സ്കൂളിന്റെ പ്രിൻസിപ്പലിന് പുറമെ പ്രധാന അധ്യാപികയെയും മാനേജ്മെന്റിന് കീഴിലെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് ഉത്തരവിലെ നിർദ്ദേശം. ഇരയായ വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ, ഗണിത അധ്യാപിക, മലയാളം അധ്യാപകൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അച്ചടക്ക നടപടി ഉറപ്പുവരുത്തിയതിനു ശേഷം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറാനും ഉത്തരവിൽ പറയുന്നു. സെന്റ് മേരീസ് സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുകയാണ്. ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പും തുടരുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 35 ഡിഗ്രി വരെയും, വയനാട്, ഇടുക്കി ജില്ലകളിൽ 34 ഡിഗ്രി വരെയും ഉയരാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത മാസം വീണ്ടും സ്പേസ് ഡോക്കിംഗ് നടത്തുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ. ആദ്യ ശ്രമത്തിൽ തന്നെ അൺഡോക്കിംഗ് വിജയകരമായി. ഇത് ചന്ദ്രയാൻ 4-ന് സഹായകരമാകും. ഊർജ്ജ കൈമാറ്റമടക്കം പരീക്ഷിക്കും. ഗഗൻയാന് മുന്നോടിയായി ഒരു ടെസ്റ്റ് വെഹിക്കിൾ പരീക്ഷണം കൂടി നടത്തുമെന്നും ISRO ചെയർമാൻ പറഞ്ഞു. ഇന്നലെയാണ് രാവിലെ 9:20 നമ്മൾ അൺഡോക്കിംഗ് ആതറൈസ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അൺഡോക്കിംഗ് സക്സസ് ആയി. അപ്പം ഇങ്ങനെ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിങ്ങിൽ സക്സസ് ആയ 4ാമത്തെ ദേശമാണ് നമ്മളുടെ ഭാരതദേശം. അതൊരു മേജർ ഒരു അച്ചീവ്മെൻ്റാണ്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇത് നിറയെ ഇത് യൂസ് ആവും. ഇപ്പം നമ്മളുടെ ചന്ദ്രയാൻ 4 ഒരു 9000 kg സാറ്റലൈറ്റ്, 9200 kg സാറ്റലൈറ്റാണ്. അത് 2 റോക്കറ്റിലാണ് കൊണ്ടുപോയി 2 ഡോക്ക് ചെയ്യണം. ഡോക്ക് ചെയ്ത് പിന്നെ മൂന്നത് നിലാവുക്ക് പോയിട്ട് അവിടെ അൺഡോക്ക് ചെയ്ത് ചില പോർഷൻ തറയിറങ്ങി അവിടെ സാമ്പിൾ എടുത്ത് തിരിച്ച് ഡോക്കാവും, പിന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ ഡോക്കിങ് അൺഡോക്കിങ് ഇതൊക്കെ യൂസ് ആവും. പിന്നെ ഒരു ഇടത്തിൽ യൂസ് ആവുന്നത് ഇപ്പം ആൾക്കാരെ മൂന്നൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വലിയ റോക്കറ്റിൽ കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഒരു മീഡിയം റോക്കറ്റാണ് ചെയ്യുന്നത്. 2 മോഡലായിട്ട് കൊണ്ടുപോയി അതുപോലെ അസംബിൾ ചെയ്ത് ഡോക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ ഈ എക്സ്പെരിമെൻ്റ് അതൊക്കെ യൂസ് ആവും. അടുത്ത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, 2 സാറ്റലൈറ്റ്, ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് മറ്റേ സാറ്റലൈറ്റ് വെച്ച് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റ്. ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യും, മറ്റേ സാറ്റലൈറ്റ് അതിൻ്റെ ഔട്ടർ സർഫേസിൽ റൊട്ടേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്ന കുറേ എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും 9 മണി വാർത്തയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് എത്തും. നമസ്കാരം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ
എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും